Hi guys. ஸோ இன்னைக்கு வீடியோ வந்து ரொம்ப ஸ்பெஷலான வீடியோ பிகாஸ் லைக் இட்ஸ் பீன் நாங்கள் 1 year இந்த கண்டென்ட் எடுக்கலாம் போடலான்னு டிசைட் பண்ணி 1 year கரெக்டாக ஸோ ലാസ്റ്റ് ന്യൂ ഇയർക്ക് ഐ തിങ്ക് அந்த കണ്ടന്റ് പോട്ടോല്ല ന്യൂ ഇയർ ബട്ട് അതിന് മുമ്പേ ചെറുതായിട്ട് ഞാൻ ഡാൻസ് വീഡിയോ ഒക്കെ അതും റെഗുലർ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു വീക്ക്ലി ഒരു 3-4 വീഡിയോസൊക്കെ ഇടണം എന്ന് നമ്മൾ ആ ഒരു ഇതിലൂടെ ഫയറോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year ആയിരിക്കുകയാണ് ഇന്ന് January 1st ന്യൂ ഇയർ 2026. സോ പറയാനുള്ള ഒന്നേ ഉള്ളൂ പറയാനുള്ളത്, ഭയങ്കര നിങ്ങൾക്കാണ് അതിനുള്ളൊരു ഇത് തരാനുള്ളത്. കാരണം ഇത്രയും സപ്പോർട്ടും നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഓരോ വീഡിയോസും കണ്ടതും സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും. സോ എപ്പോഴുമേ കീപ് സപ്പോർട്ടിങ് and I feel like nanga at times we have been inconsistent with the videos. But maybe from this new year maybe let's try to it's difficult but analum or try pannalam or weekly twice we'll start with minimum goal but weekly kandipa twice வந்து ஏதா ஒரு content ஓ dance ஓ அந்த மாதிரி போடணும், நம்ம சபதம் எடுக்கணும். ഫിംഗേഴ്സ് ക്രോസ്ഡ്. ആക്ച്വലി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് അതായത് 2027 1 year അടുത്ത ന്യൂ ഇയറിന് മുമ്പായിട്ട് ഒരു 100K സബ്സ്ക്രൈബേഴ്സ് അടിക്കണമെന്നാണ് എൻ്റെ ഭയങ്കര ആഗ്രഹം. നടക്കുമെന്നാണ് ഞാൻ ഇപ്പം എന്തായാലും മാനിഫെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ഇടണം എന്നുള്ളൊരു ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങളുടെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫുൾ വീഡിയോസ് അധികം ഇടാറില്ല. എന്നാൽ ഷോർട്സ് ആയിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും അല്ലാതെ കണ്ടന്റ് ആണെങ്കിലും ഷോർട്സ് മാത്രമാണ് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഈ വർഷം മുതൽ സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങൾ ഫുൾ വീഡിയോസും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ஸோ how do you feel in the journey? உனக்கு இவ்வளோ தூரம் வந்திருக்கு, how do you feel? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് സീരിയസ് ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്. എന്നെ ഫസ്റ്റ് വീഡിയോസ് എടുക്കണം, അല്ലെങ്കിൽ ഡാൻസ് വീഡിയോ ആണെങ്കിലും എടുക്കണം എന്ന് എന്നെ പുഷ് ചെയ്തത് ശ്വേതയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ജവാനിലെ സോങ് ആണെന്ന് തോന്നുന്നു, ഷാറുഖ് ഖാൻ്റെ ഒരു ഡാൻസാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഇട്ട് തുടങ്ങിയത്. അതിന് മുമ്പേ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടാണ് പിന്നീട് പഴയ വീഡിയോസ് എല്ലാം കൂടെ എടുത്ത് യൂട്യൂബിലിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു പുഷ് വരുന്നത് ശ്വേത തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും എനിവേ എനിക്ക് നിങ്ങളോടാണ് ഇപ്പം എൻ്റെ വീഡിയോസ് കാണുകയും നമ്മുടെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് മാത്രമേ ഇത്. കാരണം അവർ ഇപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറേ ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട് വ്യൂസ് കുറഞ്ഞാലും പിന്നെ ഒരു ചില വീഡിയോസ് കിട്ടുന്ന സമയത്ത് നല്ല വ്യൂസ് കൂടും. അപ്പോൾ അതാണ് ഞങ്ങളുടെ സപ്പോർട്ട് നമ്മളെ പുഷ് ചെയ്യുന്നത്, ടു കീപ് ഗോയിങ് ഫോർവേഡ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിന് നിങ്ങളുടെ വേണം നന്ദി പറയാനുള്ളത്. സോ ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനും ഇത്രയും നാല് തന്നുകൊണ്ടിരുന്ന അതേ സപ്പോർട്ടും എന്താ പറയേണ്ടത്, ഒരു ഊർജവും ഞങ്ങൾക്ക് തരിക. സോ what do you want to say? You have covered everything. Okay. ella pesittu what do you want to say now? ഇല്ല, തമിഴ് ഓഡിയൻസ് ഇപ്പം എൻ്റെ ഞാനിപ്പോൾ നോക്കുന്നത് ആക്ച്വലി തമിഴ് ഓഡിയൻസ് നമുക്കുണ്ട്, മലയാളം ഓഡിയൻസും കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലും വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും പർപ്പസ്ഫുള്ളി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇൻറ്റൻഷനലി ചെയ്യുന്നത് ശരിക്കും തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്ത് രണ്ടുപേർക്കും മനസ്സിലാവുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് കിട്ടണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി thank you. But also engalku vandu we really want your feedback, like if you wanted to improve on something, please do let us know. That would be very helpful for us to improve our content more. Exactly. So എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ലൈഫ് അടിപൊളിയാവട്ടെ. എല്ലാവർക്കും നല്ല ഹെൽത്ത്, നല്ല പ്രോസ്പെരിറ്റി, വെൽത്ത്,
എല്ലാവർക്കും ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പം എന്താ ട്രാവൽ ചെയ്യാതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇതൊരു സന്തോഷം എന്നൊക്കെ പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും സാധിക്കട്ടെ. സോ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. Thank you.